ഞാൻ കുറച്ച് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, മനസ്സിന് ആശ്വാസം തരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നത്. അത് സർവീസുകളില്ല. ഈ UK ബ്രെക്സിറ്റ് നടപ്പായി. അതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2020 പോലെ അല്ലാത്തൊരു നല്ലൊരു വർഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ നേടിയെടുക്കാനാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഗായ്സ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നമ്മളുടെ ചാനലിൻ്റെ അണ്ടറിൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാട്സപ്പിലോട്ട് വരുന്ന പുതിയ അപ്ഡേറ്റുകൾ, അതിപ്പോൾ എൻ്റെ വീഡിയോ മാത്രമല്ല, നല്ല വീഡിയോസും അതേപോലെ തന്നെ നല്ല ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സുകളും അതുമാത്രമല്ല ഇപ്പോൾ UK, കാനഡ, ഓസ്ട്രേലിയ പോലുള്ള എല്ലാ കൺട്രീസിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങളുടെ വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആയിട്ട് ലഭിക്കാനായിട്ട് താഴത്ത് കാണുന്ന നമ്പറിൽ ആഡ്മി എന്ന് ടെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ മെസ്സേജ് ആവശ്യമില്ലെങ്കിൽ അൺസബ്ന്നും ടെസ്റ്റ് ചെയ്യുക. മാക്സിമം നമ്മളത് അങ്ങനെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കാതിരിക്കും. ഇപ്പോൾ കൂടുതൽ കുട്ടികൾ നമ്മളുമായിട്ട് സമീപിക്കുന്നുണ്ട് ബ്രോഡ്കാസ്റ്റ് മെസ്സേജിന്. എന്തായാലും വളരെയധികം സന്തോഷം. എന്തായാലും 2021 ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, മനസ്സിന് ആശ്വാസം തരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നത്. അത് UK കാര്യമാണ്. അപ്പോൾ അറിയാലോ, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള പോലെ നമ്മളെല്ലാവരും ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. ഫ്ലൈറ്റ് സർവീസുകൾ ഇനി സ്റ്റാർട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മളുടെ ഫ്ലൈറ്റ് സർവീസുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ജനുവരി 8 തൊട്ട് ഫ്ലൈറ്റ് സർവീസുകൾ റിസ്യൂം ചെയ്യാണ്, ജനുവരി 23 വരേക്കും. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന എവിടെ നിന്നൊക്കെയാണ് ഫ്ലൈറ്റ് സർവീസുകൾ ഉള്ളത്, കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞുതരാം. ഏകദേശം 15 ഫ്ലൈറ്റ്സ് ആണ് ഒരാഴ്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള സർവീസുകളേ ഉള്ളൂ. അതും കൊച്ചിയിൽ നിന്ന് സർവീസുകളില്ല. ഈ പറയുന്ന ഏരിയകളിലാണ് സർവീസുകൾ ഉള്ളത്. ഒന്ന് ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ ആൻഡ് ഹൈദരാബാദ്. ഈ ഏരിയകളിൽ നിന്നാണ് കൂടുതലും സർവീസുകൾ ഉള്ളത്. കൊച്ചിയിൽ നിന്നുള്ള സർവീസുകളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിസ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തു. ടിക്കറ്റ് എടുത്ത് ക്യാൻസൽ ആയ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം സമാധാനമാകുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ന്യൂസ് ആണ്. നിങ്ങൾക്ക് മാക്സിമം പെട്ടെന്ന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പോവുക. അവിടുത്തെ സിറ്റുവേഷൻ സ്റ്റിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം കൂടി ഞാനിതിൽ പറയട്ടെ. ഞാനിതിൽ തന്നെ പറയുന്നുണ്ട് ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന്. ഇപ്പോൾ കൊറോണ വൈറസ് ഇന്ന് ഏകദേശം 53,285 ആൾക്കാർക്കാണ് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഏകദേശം 613 ഡെത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഒരു ചെറിയ കണക്കല്ല ഇത്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ കൊറോണ വൈറസ്. മാത്രമല്ല ഇത് ലണ്ടൻ ഏരിയയിൽ നിന്ന് സ്കോട്ട്ലാൻഡ് ഏരിയകളിലും കൂടുതൽ വ്യാപന തോതുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ ഫെബ്രുവരി 1 അല്ലെങ്കിൽ ലാസ്റ്റോ ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 3 മാസത്തെ വിസയുണ്ട്. വിസ എക്സ്പയർ ആവുന്നതിന് മുമ്പ് പോകാനായിട്ട് ശ്രമിക്കുക. എൻറോൾമെന്റുകളും എല്ലാം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം എടുത്ത് ബുക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ജനുവരിയിൽ ആദ്യം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയായിട്ട് സംസാരിച്ചിട്ട് ഓൺലൈൻ എൻറോൾമെന്റ് നാട്ടിൽ നിന്ന് നടത്താൻ പറ്റും. നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇപ്പം നിങ്ങൾ UK പോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, വീട്ടിനകത്ത് അടച്ചിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. പാർട്ട് ടൈം ജോബുകളും കാര്യങ്ങളെല്ലാം വളരെ ശോകമാണ് എന്നുള്ള അവസ്ഥയാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടാൽ തന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് വിചാരിക്കുക, എല്ലാം പോസിറ്റീവായിട്ട് നടക്കും. പിന്നെ അടുത്തൊരു സന്തോഷ വാർത്ത പറയാനുള്ളത്, UK ബ്രെക്സിറ്റ് നടപ്പായി. അതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു പുലരിയാണ് എന്ന് തന്നെയാണ് നമ്മുടെ ബോറിസ് ജോൺസൺ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകൾ നമ്മൾക്കും ചെറിയ രീതിയിൽ പ്രതീക്ഷയേകുന്ന നാളുകളാണ്.
കാരണം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒരുപാട് UK എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ അനുഭവപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോകുന്ന കുട്ടികൾ മാക്സിമം അവരുടെ സ്കിൽ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക, ലാംഗ്വേജ് പ്രൊഫഷൻസി വരുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ജോബ് സാധ്യത അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ മറ്റൊരു വാർത്ത, കോവിഡിനെ നേരിടാനായിട്ട് ബ്രിട്ടീഷ് ആർമി തന്നെ മുന്നിലേക്ക് ഇറങ്ങി എന്നൊരു ന്യൂസും കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആവും, കൺട്രോൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരുപാട് നല്ല വാർത്തകൾ നമുക്ക് ജനുവരി ആദ്യം തന്നെ ന്യൂ ഇയർ സമയത്ത് തന്നെ തരാനായിട്ടായി. ഈ ഒരു 2021 ഇനി കൂടുതലും നല്ലത് മാത്രം നടക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും.